ഗോഡ്വിനെ ഈശോ ഗോഡ്വിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഗോഡ്വിനുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നത്. ഗോഡ്വിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഈശോയെ കൊടുക്കണം, ഈശോയെ പ്രഘോഷിക്കണം, പറ്റുമെങ്കിൽ ഒരു വൈദികനായിക്കൊണ്ട് നല്ല അഭിഷേകമുള്ള, കറയില്ലാത്ത, നിർമ്മലതയുള്ള നല്ലൊരു വൈദികനാകാൻ ഈശോ സഹായിക്കട്ടെ. അപ്പോൾ ധാരാളം വചനം കൊടുക്കുന്ന ഒരു കുഞ്ഞായിട്ട് ഈശോ ഗോഡ്വിനെ വളർത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഗോഡ്വിനെ ഇപ്പോൾ ഒത്തിരി ആളുകൾ രോഗാതുരാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ, സങ്കടം, ഇവർക്ക് വേണ്ടിയിട്ട് സൗഖ്യത്തിൻ്റെ ഏതാനും വചനങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാവോ? പ്രഭാഷകൻ 2:11 കർത്താവ് വാർത്താദീനം കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ രോഗികളും സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 16:12 കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ എന്നും രോഗികൾ യേശുവിനെ പ്രഘോഷിക്കാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. മർക്കോസ് 16:17-18 വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. എല്ലാ രോഗികൾക്കും പാപബോധം ഉണ്ടാകുന്നതിനും അവർ പശ്ചാത്തപിക്കുന്നതിനും ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് എല്ലാ രോഗികൾക്കും മനസ്താപം ഉണ്ടാകുവാനും ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇടവരട്ടെ. സങ്കീർത്തനം 107:20 അവിടുന്ന് തന്നെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്നും വിടുവിച്ചു. എല്ലാ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും തകർച്ചയുടെയും കടബാധ്യതയുടെയും കണ്ണുനീരിൻ്റെയും വിഷമങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ ഓരോരുത്തരെയും ശുദ്ധരാക്കി. മത്തായി 8:1-3 യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ രോഗികളും ഈശോയെ അറിയുവാനും ഈശോയെ പ്രഘോഷിക്കുന്ന തീഷ്ണവതികളായ ശുശ്രൂഷകരായി തീരുവാനും അങ്ങനെ ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും വ്യാപിക്കുവാനും ഇടയാക്കണമേ. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും മൂർച്ചസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ നാം എല്ലാവരും നവീകരിക്കപ്പെടുവാനിടയാകട്ടെ. ജെറമിയ പ്രവചനം 17-14 കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. പുറപ്പാട് 15:26 നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയും ഇവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും
ഞാൻ നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ വചനങ്ങളുടെ അഭിഷേകത്താൽ എല്ലാ രോഗികളിലും പരിശുദ്ധാൽ രോഗ വന്ന് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തട്ടെ. തളർന്നിരിക്കുന്നവരെയും കിടക്കകളിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് ഇപ്പോൾ ഈ സമയം സുഖപ്പെടുത്തുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം ഇവിടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം ഇടവരുത്തട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്കും നന്ദി. അപ്പോൾ ഗോഡ്വിനെ ശരിക്കും ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിലും ആത്മാവിലും ഒരു നല്ല ബലം തോന്നണില്ലേ? ഇപ്പം ഗോഡ്വിൻ്റെ പ്രായത്തിലുള്ള ഗോഡ്വിനൊരു ടീനേജ് നല്ലൊരു പ്രായത്തിലേക്കാണ്. നമ്മുടെ കാർലോ ക്വിറ്റിസിൻ്റെയും ഡൊമിനിക് സാവയുടെ ഒക്കെ ആ വിശുദ്ധരുടെ ആ ഒരു നല്ല പ്രായം, അതിലേക്കാണ് എല്ലാ ഈ കുഞ്ഞുങ്ങളും വളർന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ മക്കളോട്, ഗോഡ്വിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളോട് ഗോഡ്വിന് പറയാനുള്ള ഏതാനും കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മാത്രം എന്നും സ്തുതിയും മഹത്വവും ആരാധനയും എല്ലാ മഹത്വവും തമ്പുരാനും മാത്രം. ഗ്ലോറി ടു ജീസസ്. ശരിക്കും ദൈവത്തോട് നല്ലൊരു അടുപ്പം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയോടും കർത്താവിൻ്റെ വചനത്തോടും നല്ലൊരടുപ്പം യുവതലമുറയിൽ, എന്നെപ്പോലെയുള്ള യുവതലമുറയിൽ വാർത്തെടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോട്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ബലിപീഠത്തിങ്കൽ പങ്കുവെച്ച് നൽകപ്പെടുമ്പോൾ ആ പരിശുദ്ധ കുർബാനയിൽ എൻ്റെ കർത്താവാണ് മുറിയപ്പെടുന്നത് എന്നുള്ളൊരു ബോധം ഇപ്പോഴത്തെ യുവതലമുറയിലെ ആളുകൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുക. അതുപോലെ കർത്താവിൻ്റെ തിരുവചനത്തോട് ഏറ്റവും കൂടുതൽ ആഴവും ഏറ്റവും കൂടുതൽ ബഹുമാനവും ഏറ്റവും കൂടുതൽ ആദരവും ഇപ്പോഴത്തെ യുവതലമുറയിൽ ആവശ്യമാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട. മൂന്നാമത്തത്, വിശുദ്ധ കുമ്പസാരം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പാപബോധവും പശ്ചാത്താപവും ഏറ്റവും ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായൊരു കാര്യമായതുകൊണ്ട് തന്നെ പരിശുദ്ധ കുമ്പസാരം എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധ കുമ്പസാരം നടത്തി എൻ്റെ കർത്താവെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന മനസ്തവത്തോടെ ആത്മാർത്ഥമായി മനസ്തപിച്ച് പാപങ്ങളെല്ലാം ഏറ്റു പറയുക എന്നുള്ളത്, ഒരു കർത്താവിനോട് ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർത്ത് അനുദപിക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമതായിട്ട്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, ജപമാല ഭക്തി ഏറ്റവും കൂടുതൽ ആവശ്യമായൊരു കാര്യമാണ്. സകല വിശുദ്ധരും പരിശുദ്ധ അമ്മയുടെ ആദരവുള്ളവരായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഉൾപ്പെടെ സകലരും മാതാവിനോട് അടുപ്പവും മാതാവിനോട് ആദരവും ഉള്ളവരായിരുന്നു എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട്, മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും അംഗീകാരവും സഹകരണവും ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായമായ മാതാപിതാക്കളോട് ഉള്ള സമീപനവും കരുതലും വളരെ അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം അവസാനമായിട്ട് ഒരു കാര്യവും കൂടി പറയാൻ
തിരുസഭയെ സ്നേഹിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവാണ് സഭയുടെ ശിരസ്. അതുകൊണ്ട് തിരുസഭയെ സ്നേഹിക്കുക, പരിശുദ്ധ പിതാവിനോടും മറ്റു സഭാധികാരികളോടും വിധേയപ്പെട്ടു പോകുക എന്നത് ഒരു ടീനേജ് പ്രായത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയെ സ്നേഹിക്കുക, സഭയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക, മിഷൻ ലീഗ് പോലെയുള്ള സംഘടനകളിൽ അംഗത്വം സ്വീകരിച്ച് സഭയെ സ്നേഹിക്കുക, സഭയുടെ പ്രേക്ഷിതരാകുക, കർത്താവിനെ കൊടുക്കുക, കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവിനെ കൊടുക്കുക, ദൈവവേലയ്ക്കായി ജീവിതം മാറ്റിവെക്കുക. ഈശോയ്ക്ക് വേണ്ടി എത്ര ആത്മാക്കളെ നേടാൻ പറ്റുമോ അത്രയും നേടുക, വചനം കൊടുക്കുക, പരിശുദ്ധ അമ്മയോട് ഭക്തിയുണ്ടാവുക, സഭയെ സ്നേഹിക്കുക, മാതാപിതാക്കളോട് ആദരവുള്ളവരാകുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഓക്കെ ഗോഡ്വിൻ, ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ പങ്കുവച്ച സന്ദേശങ്ങളെ പ്രതി നന്ദി പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുകയും വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുകയുമായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇത് അത്ഭുതങ്ങളുടെ ഒരു കലവറ തുറക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഈശോയുടെ ചൈതന്യം നിറയട്ടെ. നല്ല ക്രിസ്തീയ കുടുംബങ്ങളായി, ദൈവ ആലോചനയുള്ള കുടുംബങ്ങളായി ഓരോരുത്തരും വളർന്നു വരട്ടെ.